പൈപ്പ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. നമ്മൾ മെഷീൻ ആവശ്യമുള്ളത് മാത്രമേ വെള്ളം എടുക്കൂ. ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ടൈപ്പ് ഇതില്ലേ പൈപ്പ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ നീല ഭാഗമില്ലേ ഇത് മാത്രം നമ്മൾ ജസ്റ്റ് കുപ്പിയുടെ അടപ്പ് ഊരുന്ന പോലെ തിരിച്ച് ഊരിയെടുത്താൽ മതി. അത് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട തന്നെ അത് ഇവിടെ പിടിച്ചോണ്ടേ ഊരാവുള്ളൂ. പ്ലാസ്റ്റിക് പൈപ്പ് ആയതുകൊണ്ട് നമ്മളിവിടെ പ്രഷർ കൊടുക്കുമ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് ഇവിടെ പിടിച്ചിട്ട് അവിടെ കറങ്ങാതെ ഇത് ഊരിയെടുത്തിട്ട് ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കൊടുക്കാം. പവർ ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്. എന്നിട്ട് നമുക്ക് വേണ്ട പ്രോഗ്രാം സെലക്ട് ചെയ്യാം. മിക്സ് ആണെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഫാബ്രിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ക്വിക്ക് വാഷ് ആണെന്നുണ്ടെങ്കിൽ അളവ് കുറവായിരിക്കണം. നമ്മൾ ഇടുന്ന തുണിയുടെ അളവ് കുറവാണ്. ഇത് നല്ല ചെളി ഇല്ലാത്ത തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്വിക്ക് വാഷിലിടാം. അത് ഏകദേശം 15 മിനിറ്റിൽ വാഷ് ചെയ്ത് കിട്ടും. പിന്നെ കട്ടി കൂടിയ തുണികൾ അലക്കിയെടുക്കാൻ വേണ്ടിയുള്ള മോഡ്. പിന്നെ വരുന്നത് കോട്ടൺ തുണിയിൽ മാത്രം അലക്കാൻ വേണ്ടിയുള്ളത്. സ്പോർട്സ് വെയർ മാത്രം അലക്കാൻ വേണ്ടിയുള്ളത്. ജീൻസ് സെപ്പറേറ്റ് അലക്കാൻ വേണ്ടിയുള്ളത്. ഇതാണെങ്കിൽ കട്ടി കുറഞ്ഞ നല്ല നൈസ് മെറ്റീരിയലൊക്കെ ഇല്ലേ അങ്ങനെ തുണികളൊക്കെ അലക്കിയെടുക്കാൻ വേണ്ടിയുള്ളത്. വെള്ള ഷർട്ടുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അലക്കാൻ വേണ്ടിയുള്ളത്. ഈ കോളറിലൊക്കെ ചെറിയ സെപ്പറേറ്റ് അതിനുവേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഷർട്ടുകൾ മാത്രം ഇട്ട് അലക്കാൻ വേണ്ടിയുള്ളത്. കുഞ്ഞു പിള്ളേരുടെ തുണികൾ അലക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ ടവൽ അലക്കാൻ വേണ്ടിയുള്ളത്. ഇതാണെങ്കിൽ സെപ്പറേറ്റ് ഉണക്കി മാത്രം. എല്ലാ പ്രോഗ്രാമിൻ്റെ അകത്തും വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് സ്പിൻ ചെയ്ത് വരുന്നുണ്ട്. നമുക്കിനി അഥവാ നമുക്ക് സെപ്പറേറ്റ് ഒന്നുകൂടെ ഉണക്കണം അല്ലെങ്കിൽ വെളിയിൽ നനഞ്ഞ തുണി ഉണക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്പിൻ എന്ന് പറയുന്ന പ്രോഗ്രാം സെലക്ട് ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് സെൽഫ് ക്ലീൻ, നമ്മുടെ മെഷീൻ്റെ ടബ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഈ സെൽഫ് ക്ലീൻ. അതായത് ഒരു 40 വാഷ് അല്ലെങ്കിൽ 35 വാഷ് കഴിയുമ്പോൾ ഈ സെൽഫ് ക്ലീൻ റൺ ചെയ്ത് വിടണം ഡീസ്കെയിലിംഗ് പൗഡർ ഇട്ടിട്ട്. ഇത് റിമോട്ട് മോഡ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഈ റിമോട്ട് മോഡിൽ മെഷീൻ ഓൺ ആണ് ഈ റിമോട്ട് മോഡിൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ വെച്ചിട്ട് ഐസ്മാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് മെഷീൻ അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. മെഷീൻ വൈഫൈയിൽ കണക്റ്റ് ആയിരിക്കണം, ഓണിലായിരിക്കണം, ഈ റിമോട്ട് മോഡിൽ സെലക്ട് ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണം മെഷീൻ്റെ വർക്കിംഗ് അറിയാനും അതുപോലെ കൺട്രോൾ ചെയ്യാനും പറ്റും. ഏത് പ്രോഗ്രാമാണോ വേണ്ടത് അത് ഇതുപോലെ സെലക്ട് ചെയ്യുക. പിന്നിട്ട് തരാതെ എന്നിട്ട് ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടാവും. പിന്നെ മെഷീൻ ഭയങ്കര സൈലൻ്റ് ആണ്. വേറെ സ്റ്റാൻഡൊന്നും വെച്ച് പൊക്കി വെക്കരുത്. മെഷീൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷനും അതുപോലെ നോയ്സ് ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഡ്രെയിൻ ഫിൽറ്ററാണ്. ഇതൊരു 30 അതായത് ഒരു 30 ഈ പറഞ്ഞാൽ 30 ദിവസം 1 മാസമൊക്കെ കഴിയുമ്പം ഈ ഭാഗം തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകില്ല അതിൻ്റെ ഡ്രെയിൻ പമ്പ് വരുന്നത് വെള്ളത്തിനെ വലിച്ചു കളയുന്ന ഇവിടുന്ന. അപ്പോൾ ഈ തുണിയുടെ നാര് ലിൻറ്റ് അതുപോലെ തന്നെ എന്തെങ്കിലും ഈ പിന്ന് കോയിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് പുറകിലായിരിക്കും വന്ന് കിടക്കുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കൽ ഇത് തുറന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഡയറക്റ്റ് ഇത് ജസ്റ്റ് നമ്മൾ കുപ്പിഴൊക്കെ അടപ്പ് തുറക്കുന്ന പോലെ തുറന്നാൽ മതി. ഡയറക്റ്റ് നമ്മൾ തുറക്കല്ല്. ആദ്യം ഈ ഒരു ഇതില്ലേ ഇതിൻ്റെ അറ്റത്തുനിന്ന് ഈ ക്ലിപ്പ് ഊരി കഴിയുമ്പോൾ ഇതിലെ വെള്ളം വരും. നമുക്ക് ഇതിൻ്റെ അകത്തൊരു കുപ്പിയിലോട്ട് വെള്ളം പിടിച്ച് തീർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് തുറക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതിലോട്ട് മൊത്തം വെള്ളം ചാടും. വെള്ളം മൊത്തം തീർത്തതിന് ശേഷം ഇത് തുറന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ലിൻഡൊക്കെ ഉണ്ട് ലിൻഡ് ക്ലീൻ ചെയ്യും. ഡിറ്റർജൻറ്റ് ബോക്സ് റീവാഷിന് വേണ്ടിയുള്ള ലിക്വിഡ് ഇവിടെ ഒഴിക്കുക. റീവാഷിനുള്ള ലിക്വിഡ് ഇവിടെ ഒഴിച്ചില്ലെങ്കിൽ ഇതാണ് അതിൻ്റെ മെയിൻ വാഷിംഗ് ലിക്വിഡ് ഒഴിക്കേണ്ട സെക്ഷൻ. ഇവിടെ ലിക്വിഡ് ഒഴിക്കുക. കംഫർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒഴിക്കുക. കംഫർട്ടോ സ്റ്റാർച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒഴിച്ച് കൊടുക്കുക. ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുക. അതായത് നമ്മൾ പിന്നെ ലിക്വിഡിൻ്റെ ഒരു ക്യാപ്പ് കാണുമല്ലോ, നല്ല നിറച്ച് തുണി ഉണ്ടെങ്കിൽ ഒരു ക്യാപ്പോ അല്ല 1.5 ക്യാപ്പൊക്കെ മാക്സിമം ഒഴിക്കാവുള്ളൂ. ലിക്വിഡിൻ്റെ ഡിറ്റർജൻറ്റിൻ്റെ വളവ് കൂടിയാലും മെഷീന് കേടാം. അതിന് ഒത്തിരി മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ വരുന്നതുകൊണ്ട് ഒത്തിരി ഓവറായിട്ടൊരിക്കലും ലിക്വിഡ് ഉപയോഗിക്കരുത്. പിന്നെ ഉപയോഗം കഴിഞ്ഞിട്ട് മെഷീനകം ഡ്രൈ ആവുന്ന വരെ ഡോർ തുറന്നിടണം. ഡോറും ഈ ഡിസ്പെൻസറും എല്ലാം തുറന്നിടണം. മെഷീൻ്റെ ഒരു ഹൈജീന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതല്ല. ഓൾറെഡി എല്ലാ പ്രോഗ്രാമിനും ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ടൈം ഉണ്ടാവും. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഈ സ്റ്റീം എനേബിൾഡ് ആയിട്ട് ഉള്ള പ്രോഗ്രാമുകൾക്ക് സ്റ്റീം ഓൺ ചെയ്ത് കൊടുക്കാനും ഓഫ് ചെയ്ത് കൊടുക്കാനുമുള്ള സ്വിച്ച് ഇതാണ്. വാഷിൻ്റെ കൂട്ടത്തിൽ സ്റ്റീം ചെയ്ത് വാഷ് ചെയ്യാനുള്ളത്. ഇതാണെങ്കിൽ ഡിലേ എന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പോൾ 5 മണിക്കൂറത്തിന് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇട്ടിട്ട് സ്റ്റാർട്ട് കൊടുത്തിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ തൊട്ട് വാഷ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അതിൻ്റെ ടൈം കഴിയുമ്പോൾ നിൽക്കും. പിന്നെ നമ്മളൊരു 5 മണിക്കൂർ കഴിഞ്ഞാൽ വരുന്നെങ്കിൽ അത്രയും നേരം മെഷീൻ്റെ അകത്ത് തുണി കിടത്തിട്ട് അതിൻ്റെ എന്തെങ്കിലും സ്മെല്ലൊക്കെ വരും. കാരണം എയർ സർക്കുലേഷൻ ഇല്ലല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ 5 മണിക്കൂർ തന്നെ പോകുന്നതെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ 5 മണിക്കൂർ ഡിലേ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം. എന്നിട്ട് അങ്ങനെ വരുമ്പോഴത്തേനും 4 മണിക്കൂർ മെഷീൻ അനങ്ങാതിരിക്കും. എന്നിട്ട് ആ 4ാമത്തെ മണിക്കൂർ കഴിയുമ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മണിക്കൂർ ആകുമ്പോഴത്തേനും അലക്ക് തീരും. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേനും വാഷ് കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സ്മെല്ലൊന്നും തുണിയിൽ വരികയോ അല്ലെ ഫംഗസ് പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ജസ്റ്റ് ഡിലേ പ്രസ് ചെയ്യുക. ഉണ്ട്. അപ്പോൾ ഡിലേ വന്നു. എന്നിട്ട് ഡിലേ തന്നെ പ്രസ് ചെയ്തിട്ട് നമ്മൾ എത്ര മണിക്കൂറാണെന്നുള്ളത് സെറ്റ് ചെയ്തെടുക്കുക. 5 മണിക്കൂറാണെങ്കിൽ
5 മണിക്കൂർ സെറ്റ് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇപ്പോൾ എന്ത് എഡിറ്റ് വരുത്തിയാലും മെഷീൻ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോഴത്തേനും അത് റീസെറ്റ് ആയിക്കോളും. എല്ലാ പ്രോഗ്രാം മാറ്റിയാലും മതി. ഒരു ഇൻബിൾട്ട് ഹീറ്ററുണ്ട്. അപ്പോൾ ഓരോ പ്രോഗ്രാമും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ചെറിയ ചൂടുവെള്ളത്തിലായിരിക്കും അലക്കുന്നത്. ഇപ്പോൾ കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ചൂടുവെള്ളത്തിൽ അലക്കാം. പോളിസ്റ്റർ തുണിയൊക്കെ ആണെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ അലക്കി കഴിഞ്ഞാൽ അത് ഉരുകുകയൊക്കെ ചെയ്യുമല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഓരോ പ്രോഗ്രാമിൻ്റെ അകത്ത് നമുക്ക് മാറ്റാവുന്ന ടെമ്പറേച്ചറിൻ്റെ ഒരു സ്കെയിലുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് സ്പിൻ ചെയ്യുന്നതിൻ്റെ RPM ആയത്. ഇതിപ്പോൾ 1000 ഡിഫോൾട്ടായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ 1000 RPMലായിരിക്കും കിടക്കുന്നത്. അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്ത് കൊടുക്കാം. ഇത് നോർമലി ഒരു വാട്ട് സൈക്കിളിൻ്റെ അകത്ത് റിൻസ് വരുന്നത് 2 തവണയാണ്. ഒരു തവണ വാഷ് 2 റിൻസ് ചെയ്യും, ഒരു തവണ സ്പിൻ ചെയ്യും, അങ്ങനെയാണ് വരുന്നത്. ഈ റിൻസ് നമുക്ക് അധികം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കാം. P0 എന്നാണെങ്കിൽ ഡിഫോൾട്ട് കിടക്കുന്നത് ഒരു തവണ റിൻസ് വരും. P1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 തവണ റിൻസ് ചെയ്യും. P2 കൊടുക്കുകയാണെങ്കിൽ 4 തവണ റിൻസ് ചെയ്യും. കുറച്ചൊരു വാഷ് ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൽ നമ്മൾ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ സമയം കൂടുതൽ വരും. അത് AI മോഡ്, അതായത് ഈ നമുക്ക് വാട്ടർ കൺസപ്ഷനും അതുപോലെ തന്നെ എനർജിയൊക്കെ സേവ് ചെയ്ത് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാം.